Guys, fake number. Video തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. സെക്കൻഡ് ലൈൻ അല്ല, ടെക്സ്റ്റ് നൗ അല്ല. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷെവിൻ ഫ്രം Msa മലയാളം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ആപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ആ ആപ്പിലൂടെ നമുക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് എന്താ പറയുക ഫേക്ക് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും അത് ബാൻ ആവാൻ ചാൻസ് ഇല്ലാത്ത ഒരുപാട് നമ്പേഴ്സൊക്കെയാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിവിടെ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ലോഗിന് നമ്മളെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അടിയിൽ ഡോണ്ട് ഹാവ് എ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഇപ്പോൾ പേര് കൊടുക്കുക, നിങ്ങൾ സ്ക്രീനിൽ കണ്ടോളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിന് ഗൈസ് നമ്മൾ വേറൊരു പ്രത്യേകത ഉണ്ട് സ്ക്രീനിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ നമ്മളെ സെക്കൻഡ് ലൈന് അല്ലെങ്കിൽ ടെക്സ്റ്റ് നൗ നമ്മളെ ഫേക്ക് ഇമെയിൽ ആണെങ്കിലും അത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിൽ ഇമെയിൽ സംഭവം ചോദിക്കുന്നതല്ല ഗൈസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. ഓക്കെ, അപ്പോൾ സ്ക്രീൻ വാ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ എന്താ പറയുക, ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് ഒരു അക്ഷരമെങ്കിലും മാക്സിമം വേണമെന്ന് തോന്നുന്നു. ഞാൻ ചില പാസ്വേഡൊന്നും അടിച്ചിട്ട് ഓക്കെ ആയി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഗൈസ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ പറയുക, ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചതാണ്. പാസ്വേഡ് അടിക്കുന്ന ഭാഗം കട്ട് ചെയ്യാണ്, കാരണം ആ ID ടി എൻ്റെ നമ്പർ ഗൈസ് നിങ്ങൾക്ക് കിട്ടും. ആ ടൈമിൽ നിങ്ങൾക്ക് ആ നമ്പർ വേണേൽ എടുക്കാനായിട്ട് പറ്റും ഗൈസ്. അതാണ് നമ്മളെ യൂസർ നെയിമും പാസ്വേഡൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇതിത്തെ നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 4 സിമ്പിൾ, അതായത് 4 അക്കങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പാസ്വേഡൊക്കെ അടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ബിഗിൻ ടു യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അപ്പോൾ ബിഗിൻ ടു യൂസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ നെറ്റ്വർക്ക് അനുസരിച്ചിട്ട് എന്താ പറയുക, അത് ലോഡായി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുൾ റേഞ്ച് ഉണ്ടെങ്കിലും നമുക്കിവിടെ എന്താ പറയുക സ്പീഡില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. അപ്പോൾ ജിയോ സിമ്മ് അല്ലെങ്കിൽ എയർടെൽ സിമ്മൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ള വേറെ ഏതെങ്കിലും ഫോണൊക്കെ വിളിക്കുന്ന ടൈമിൽ അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാകും. അപ്പോൾ ആ ടൈമിലൊക്കെ ക്ലിക്ക് ചെയ്യാൻ നോക്കാം, രാത്രി ടൈമിലൊക്കെ ക്ലിക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളിങ്ങനെ നമ്പർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്പർ അവിടെ നമുക്ക് കാണാം. ഇനി നമ്പർ നമുക്ക് എവിടെ കാണാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. അപ്പോൾ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്കിവിടെ കാണാം മൈ സേഫ്. ഇതിപ്പോൾ എൻ്റേതിപ്പോൾ അത് ആയിട്ടില്ല, ഓൺ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് കിട്ടാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ VPN യൂസ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ക്യാമറ എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി റീസ്റ്റാർട്ട് ആക്കുമ്പോഴത്തേന് ടൈം കുറയാവും. ഓക്കെ, എനിക്ക് ടൈം മുഖ്യമ്പിക്കലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ മേലെ അക്കൗണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ 3 ഇത് ഒപ്പം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും. നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടത്തില്ല എന്നൊരു ഇതുണ്ടാവും. കാരണം നമ്മൾ എന്തായാലും ക്ലോൺ ചെയ്യുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ പറയുക, വാട്സപ്പ് ബിസിനസ്സാണ്. അപ്പോൾ വാട്സപ്പ് ബിസിനസ്സിൽ പെട്ടെന്നാവുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ഇതിലെ നമ്പേഴ്സ് അധികം +371 അധികം വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ കൺട്രി കോഡ്. അപ്പോൾ ബാക്കിയുള്ളത് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2-3 വട്ടം ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ അപ്പോഴൊന്നും വന്നിട്ടില്ല. പിന്നെ ആക്ടിവേഷനായിട്ട് നമ്മളെ വാട്സപ്പിൻ്റെ കോളാണ് നമുക്ക് വരാം. ഒരു കുറച്ച് ടൈമൊക്കെ കഴിയണം, അതായത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാട്സപ്പ് എടുത്താൽ മതി. ഓക്കെ, ആ ടൈമിൽ നമുക്ക് എന്തായാലും ഷുവറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ വാട്സപ്പ് ഓണാക്കി ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇത് നമ്പർ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഇന്നാണ് ഞാൻ വാട്സപ്പിൽ ഗ്രൂപ്പുകളിലും മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ബോംബോ കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നിങ്ങൾ പെടുകയാണെങ്കിൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണാം. ഇറ്റ്സ് മീ ഷെവിൻ സൈനിങ് ഔട്ട്. ബൈ.